കള്ള ശരീഅത്താരെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല, കള്ള ത്വരീഖത്താരെ കൂട്ടത്തിലും പെടാൻ പാടില്ല. അതിന് ബഹുമാനപ്പെട്ട മാലിക് ഇമാം പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കേണ്ടത് ഒരാള് ശരീഅത്തുണ്ട് അല്ലെ, ത്വരീഖത്തില്ല, എന്നാൽ അത് കള്ള ശരീഅത്താണ്, ഫാസിക്കാണ്. ഇനി ഒരാൾക്ക് ത്വരീഖത്തുണ്ട്, പരിശുദ്ധമായ ശരീഅത്തില്ല, എന്നാൽ സിന്ദിക്ക് നിരീശ്വരവാദിയാണ്. ഏറ്റവും പേടിക്കേണ്ടത് പോലെയാണ് നിരീശ്വരവാദിയാണ്. ശരീഅത്തില്ലാത്ത ത്വരീഖത്താരെ അടുക്കാൻ പാടില്ല. എതിർക്കുമ്പോൾ ശ്രദ്ധിക്കുക. കരുത്തരായ ശേഖന്മാർ പിന്തുണഞ്ഞാത്തവരെ എതിർക്കാൻ പാടില്ല. ഓരോ വൈക്ക് പോട്ടെ. എന്നിട്ട് പറയാണ് ഇത് രണ്ടും ഒരുമിച്ച് കൂടിയാൽ തഹക്കക, ശരീഅത്തും ത്വരീഖത്തും ഒരുമിച്ച് കൂടിയാൽ അവൻ തഹക്കക, യാഥാർത്ഥ്യം ചെയ്തവനായി. ഇനിയിപ്പോ ഇത് കേൾക്കുമ്പോ ഒരു കൂട്ടർക്ക് സന്തോഷാവും, റബ്ബേ എനിക്ക് ശേഖ് ഉണ്ടല്ലോ, കാരണം അപ്പൊ ഞാൻ ഒറിജിനൽ ശരീഅത്തുകാരനായി. ഇനി ഒരു കൂട്ടർക്ക് ദേഷ്യമോ വിഷമോ വരും, അതിനെന്താ എനിക്ക് ശേഖ് ഇല്ലല്ലോ, അപ്പൊ ഇന്നെ പറ്റിയാണ് കള്ള ശരീഅത്ത് എന്ന് പറഞ്ഞതെന്നുള്ളത്. അപ്പൊ സങ്കടം വരികയാണെങ്കിൽ അവരിത് കണ്ടെത്തി പിടിക്കണം. ദേഷ്യം വരികയാണെങ്കിൽ ആ ആൾക്കാരെ ശൈത്താനാണ് ഇളകുന്നതെന്നും കൂടി മനസ്സിലാക്കണം. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ആ ദേഷ്യം വരാതെ ഒരാള് ഇന്ത്യത്ത് ഇങ്ങനെ ഫാൾട്ട് ഉണ്ട്, അത് തപ്പി അത് ശേഖനെ തപ്പി പിടിക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൻ ഹിദായത്ത് ഉള്ളിലുള്ളവരാണെന്നും, അത് ദേഷ്യം വരികയാണെങ്കിൽ ഉള്ളിൽ ദലാലത്തുള്ള ആളാണെന്നും കൂടിയും അവർ മനസ്സിലാക്കണം എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുക.